ഒരു ഉറൂസുമായി ബന്ധപ്പെട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ ഒരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. അതിനെ വിമർശിച്ചുകൊണ്ട് റഫീഖ് സലഫി പറഞ്ഞ ചില കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് കാണാം. അവരുടെ ഉറൂസ് നമ്മൾ കൊണ്ടാടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അപ്പൊ ഇതിനും പലർക്കും പല നിലക്കുള്ളതായ ആക്ഷേപങ്ങളുണ്ടാവും. ഇവിടെ നിന്ന് അത്ര അധികം ചോറ് വെച്ചു. ഇപ്പൊ അബ്ദുറഹ്മാൻ താലിം ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വലിയൊരു കണക്ക് പറഞ്ഞു. ഇതിനെത്ര ഭക്ഷണമൊക്കെ അവിടെ വിതരണം ചെയ്യണമെന്ന് ചോദിച്ചു. അല്ല വല്ല ഈത്തപ്പായോ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഒപ്പിച്ചാൽ പോരെ. അല്ല അങ്ങനെയൊക്കെ പലതും ചോദിക്കും പലരും. അപ്പൊ എല്ലാത്തിനും വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇത് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ബീമാരിൽ നിന്നുള്ള പലരും വഫാത്തായപ്പോൾ, അവർ വഫാത്തായി വർഷങ്ങൾ കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടർത്തിട്ടും ഒട്ടകർത്തിട്ടൊക്കെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പറഞ്ഞത്. നബിതങ്ങളുടെ ഭാര്യമാരിൽ ചിലർ വഫാത്തായപ്പോൾ ആടിനെ അറുത്ത് വിതരണം ചെയ്തിരുന്നു എന്ന്. അതിനെ സംബന്ധിച്ചുള്ള റഫീഖ് സലഫിയുടെ വിമർശനം നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വറുബ്ബമാ ദബഹ ശാത്ത, ചിലപ്പോഴൊക്കെ ആടിനെ അറുക്കുമ്പോൾ സുമ്മ യുഖത്തിഉഹാ അഅ്ളാൻ, അങ്ങനെ ആടിനെ പല ഭാഗങ്ങളായി ഖണ്ഡിക്കുകയും സുമ്മ യബ്അസുഹാ ഫീ സദായിഖി ഖദീജ, പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അല്പം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് ഹദിയ നൽകാറുണ്ടായിരുന്നു. ഇതാണത്രേ ഉറൂസിന് തെളിവ്. ഇത് ഉറൂസിന് തെളിവാണത്രേ. നഊദു ബില്ലാഹ്. നിങ്ങൾ നോക്കൂ, വളരെ ബോധപൂർവമായ കബളിപ്പിക്കലല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ആ ഹദീസിനെ റഫീഖ് സലഫി വായിക്കുന്നുണ്ട്. റഫീഖ് സലഫി വായിക്കുന്നത് എന്താണ്? ബുഖാരിയിലുള്ളത് അവിടെ വലാകിൻ കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ, നബി തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായതിന്റെ ശേഷം മഹദി അവറുകളെ സംബന്ധിച്ചുള്ള പറച്ചിലിനെ അധികരിപ്പിക്കുമായിരുന്നു. വറുബ്ബമാ ദബഹ ശാത്ത, ചിലപ്പോൾ വഫാത്തായ ഖദീജ ബീവിക്ക് വേണ്ടി ഒരു ആടിനെ തന്നെ അറുക്കുമായിരുന്നു. അല്ലാതെ റഫീഖ് സലഫി വെച്ചമാതിരി ആടിനെ അറുത്താൽ എന്നല്ല. ബുഖാരിയുടെ ഹദീസിന്റെ ലഫ്ളിന് അർത്ഥം വെക്കുന്ന തന്നെ പൊട്ട തെറ്റാണ്. അറുത്താൽ എന്നല്ല, റുബ്ബമാ ദബഹ ശാത്ത, ചിലപ്പോൾ വഫാത്തായ ഖദീജ ബീവിക്ക് വേണ്ടി ഒരു ആടിനെ തന്നെ അറിവ് നടത്തും. സുമ്മ യുഖത്തിഉഹാ അഅ്ളാൻ, പിന്നെ അതിനെ പല ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യും? അതിനെ മുറിക്കും. എന്നിട്ട് സുമ്മ യബ്അസുഹാ ഫീ സദായിഖി ഖദീജത, ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലായിട്ട് അതിനെ അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ആട് അറുത്ത് നടത്തുകയും അതിന്റെ മാംസം അവരുടെ കൂട്ടുകാരികളിലേക്കൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. ഇത് തന്നെയാണ് ഉറൂസിലുള്ളത്. ഉറൂസിലുള്ള എന്താണ്? വഫാത്തായ മഹാന്മാരുടെ പേരിൽ ആടും പോത്തുമൊക്കെ അറിവ് നടത്തുകയും അതിന്റെ മാംസം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി ചില ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നു. ചില ഭാഗങ്ങളിൽ അതിനെ ആടിനെ പോത്തിനെയൊക്കെ അറിവ് നടത്തി അതിന്റെ മാംസം തന്നെ വിതരണം ചെയ്യുന്നു. ദിക്ർ ഹൽക്ക നടത്തുന്നു, സ്വലാത്ത് ഹൽക്ക നടത്തുന്നു, ഖബർ സിയാറത്ത് ചെയ്യുന്നു. ഇതാണ് ഈ ഉറൂസിന് നടക്കുന്നത്. അതിന് വ്യക്തമായ തെളിവ് തന്നെയാണ് ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീസും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാ പറയുന്നത്? കുറെ കാലങ്ങളുടെ ശേഷവും നബിതങ്ങൾ വഫാത്തായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആടിനെ അറുത്ത് വിതരണം ചെയ്യുമായിരുന്നു. ഇത് തന്നെയല്ലേ ഉറൂസിനും നടക്കുന്നത്. ഓരോ കൊല്ലവുമാകുമ്പോൾ ഉറൂസ് നടത്തുന്നു. വഫാത്തായി പോയ മഹാന്മാരുടെ പേരിൽ ആടിനെയും പോത്തിനെയൊക്കെ അറിവ് നടത്തിയിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്നു. അല്ലെങ്കിൽ ആടിനെയും പോത്തിനെയൊക്കെ അറിവ് നടത്തി അതിന്റെ മാംസം കൊണ്ട് ബിരിയാണിയും മറ്റു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ ഹദീസ് അവലംബിച്ചുകൊണ്ട് ഇവിടെ തെളിവായിട്ട് കൊണ്ടുവന്നത്. അത് ആ ഹദീസിന്റെ അർത്ഥമാണ്, ശരിയായ വശവുമാണ്. അതിൽ ഒരു തകരാറുമില്ല. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം. ഇത് അവിടുത്തെ തഫ്സീറുൽ കബീറിന്റെ 19-ാം വാള്യമാണ്. ഇതിൽ നോക്കൂ, ഇമാം റാസി തങ്ങൾ ഉറൂസ് നടത്തുന്നതിന്റെ തെളിവ് കൊണ്ടുപോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊകാന യതി ഖുബൂറ ശുഹദാഇ, നബിതങ്ങളെ തൊട്ടായിട്ട് നബിതങ്ങൾ ശുഹദാക്കളുടെ ഖബറിന്റെ അടുത്ത് വന്ന് സിയാറത്ത് ചെയ്യുമായിരുന്നു. റഇസ കുല്ലി ഹൗലിൻ, എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ ആണ്ട് നേർച്ചയെന്നോണം ശുഹദാക്കളുടെ ഖബറിന്റെ അടുത്ത് വരുമായിരുന്നു. ഫയഖൂലു അസ്സലാമു അലൈക്കും ബിമാ സബർതും,
നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ, നിങ്ങൾ ക്ഷമിച്ചത് കാരണമായിട്ട്. ഫനിഅ്മ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗം അതെത്രയോ നല്ലത്. ആണ്ട് തികയുമ്പോൾ ശുഹദാക്കളുടെ ഖബർ നബിതങ്ങൾ സിയാറത്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഇമാം റാസി തങ്ങൾ ഹദീസിലൂടെ പറയുന്നത്. ഇത് തന്നെയാണ് ഉറൂസിനും നടക്കുന്നത്. ഓരോ കൊല്ലമാകുമ്പോഴും അവിടെ സ്വലാത്ത് കേൾക്കുകയും ദിക്ർ കേൾക്കുകയും നടത്തി സദക്ക ചെയ്തിട്ടുമെല്ലാം എന്ത് ചെയ്യുന്നു? ആണ്ട് നേർച്ച നടത്തുന്നു. നബിതങ്ങൾ നടത്തിയ ഒന്നാണ്. വൽ ഖുലഫാഉൽ അർബഅതു ഹകദാ കാനൂ യഫ്അലൂന, നാലായ ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു, നാലുപേരും എന്ത് ചെയ്യുമായിരുന്നു? ഉറൂസ് നടത്തുന്നവരായിരുന്നു. ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുകയും അത് സന്ദർശിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം. ഇത് തന്നെയാണ് സഹോദരന്മാര് ഇന്ന് ഓരോ ഔലിയാക്കന്മാരുടെയും ഖബറിൽ നടക്കുന്ന ഉറൂസ് എന്ന് പറഞ്ഞാൽ. ഓരോ വർഷവും തികയുമ്പോൾ, ഓരോ ആണ്ടും തികയുമ്പോൾ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. അവിടെ ആടും പോത്തുമൊക്കെ അറുത്തിട്ട് മാംസം വിതരണം ചെയ്യുകയും ബിരിയാണിയും മറ്റുമൊക്കെ വെച്ചു കൊടുക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, സലാത്ത് ചൊല്ലുന്നു. ഇതെല്ലാമാണ് ഉറൂസുകൾക്ക് നടക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ആണ്ടും തികയുമ്പോൾ നബിതങ്ങൾ ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം റാസി തഫ്സീറുൽ കബീറിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം. തഫ്സീറുൽ ഖുർത്തുബിയിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി ഖുബൂറ ശുഹദാഇ അലാ റഅസി കുല്ലി ഹൗലിൻ, എല്ലാ ഓരോ ആണ്ടും തികയുമ്പോൾ നബിതങ്ങൾ ശുഹദാക്കളുടെ ഖബറിന്റെ അടുത്ത് വന്ന് സിയാറത്ത് ചെയ്യുമായിരുന്നു എന്നും ഫയഖൂലു അസ്സലാമു അലൈക്കും ബിമാ സബർതും ബനിഅമ ഉഖ്ബദ്ദാർ എന്ന് പറയുമായിരുന്നു എന്നെല്ലാം ഹദീസിൽ കാണാം. അബൂബക്കറും ഉമറും ഉസ്മാനും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ചെയ്യുമായിരുന്നു എന്ന് തഫ്സീറുൽ ഖുർത്തുബിയുടെ 16-ാം വാള്യം 422-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഇതെല്ലാം ഇമാമുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചാണ്. ഇതേ ഹദീസിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മുസന്നഫ് അബ്ദുർ റസാഖ് തങ്ങളും ഈ ഹദീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഉറൂസ് നടത്തുന്നത് പുണ്യമുള്ള കാര്യമാണ്. നബിതങ്ങൾ കാണിച്ചു തന്ന ഒന്നാണ്. ശേഷം വന്ന ഖുലഫാഉർ റാഷിദീങ്ങൾ കാണിച്ചു തന്ന ഒന്നാണ്. അതിൽ ഒരു കുഴപ്പവും ഇല്ല. അതിന് പുറമെ ജിബ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് അതിന് തെളിവുമാണ്, വ്യക്തവുമാണ്. അതിൽ ഒരു കുഴപ്പവുമില്ല. ഇനി നോക്കൂ, നിങ്ങൾ റഫീഖ് സലഫി പറയുന്ന അടുത്ത കാര്യം കേൾക്കാം. യുഖദു മിൻഹു, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതല്ലെങ്കിൽ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കപ്പെടും അന്ന ഇജ്തിമാഅൽ ആമത്തി ഫീ ബഅദി അദ്രിഹത്തിൽ ഔലിയാഇ ഫീ യൗമിൻ ഔ ശഹ്റിൻ മഖ്സൂസിൻ മിനസ് സന എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന ഇജ്തിമാഅൽ ആമ, പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ഫീ ബഅദി അദ്രിഹത്തിൽ ഔലിയാ, ചില ഔലിയാക്കളുടെ മഖാമുകളിൽ പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ഫീ യൗമിൻ ഔ ശഹ്റിൻ മഖ്സൂസിൻ മിനസ് സന, വർഷത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിലോ അതല്ലെങ്കിൽ ചില പ്രത്യേക മാസങ്ങളിലോ ഔലിയാഇന്റെ മഖാമുകളിൽ ചില സാധാരണക്കാർ ഒരുമിച്ച് കൂടുകയും വയഖൂലൂന ഹാദാ യൗമു മൗലിദി ശൈഖ്, അവര് പറയുന്നു ഇത് ഈ ഷെയ്ഖിന്റെ ആണ്ടാണ്, ഈ ഷെയ്ഖിന്റെ ഉറൂസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ ഷെയ്ഖ് ജനിച്ച ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഖാമിന്റെ അടുത്ത് ഒരുമിച്ച് കൂടുകയും എന്നിട്ട് വയഖുലൂന വയശ്റബൂന, അവരവിടെ വെച്ച് പലതും തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു. വറുബ്ബമാ യർഖുസൂൻ, ചിലപ്പോഴൊക്കെ അവിടെ ആടുമൊക്കെ ചെയ്യുന്നു, ആട്ടോ നടത്തുന്നു. എങ്ങനെ? ചില മഖാമുകളുടെ അരികിൽ ചില സാധാരണക്കാർ വർഷത്തിലെ പ്രത്യേക ദിവസങ്ങളിലോ മാസങ്ങളിലോ ഒക്കെയായി പ്രത്യേകം നിശ്ചയിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ്. അതിനെ സംബന്ധിച്ച് മുഹമ്മദ് അബ്ദുർ റഊഫ് അൽ മുനാവി പറയുന്ന ഭാഗം ഇനി നിങ്ങൾക്ക് കാണാം. മൻഹിയുൻ അൻഹു ശറഅ, ശറഅ അത് വിരോധിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീൻ അത് വിരോധിച്ചതാണ്. ഈ പേക്കൂത്തിനെ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. വഅലാ വലി ശറഇ, അതുകൊണ്ട് തന്നെ മതപരമായ ഉത്തരവാദിത്വമുള്ള അധികാരികളുടെ ബാധ്യതയാണ് റദ്ഉഹും അലാ ദാലിക, അതിനെ അവർ എന്ത് ചെയ്യണം? എതിർക്കണം, അതല്ലെങ്കിൽ ആ വിഷയത്തിൽ അവരെ ശാസിക്കണം എന്നാണ് പറയുന്നത്. ഇമാം മുനാവി റഹിമഹുമുള്ളയുടെ ഫൈലുൽ ഖദീറാണിത്. ഈ ഫൈലുൽ ഖദീറിൽ ഇമാം മുനാവി തങ്ങൾ പറയുന്നത് എന്താണ്? യുഖദു മിൻഹു, മേൽ പറഞ്ഞതിൽ നിന്ന് പിടിക്കപ്പെടും, അൻ ഇജ്തിമാഅൽ ആമ്മത്തി ഫീ ബഅദി അളിരിഹത്തിൽ ഔലിയാഇ, ഔലിയാക്കളുടെ മഖാമുകളിൽ പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത്, ഫീ യൗമിൻ ഔ ശഹ്റിൻ മഖ്സൂസിൻ മിനസ്സന,
ഒരു വർഷത്തിലെ പ്രത്യേക മാസത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ദിവസത്തിൽ എന്ത് ചെയ്യുന്നു? പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. വയഖൂലൂന ആദാ യൗമു മൗലിദി ശൈഖ്, അങ്ങനെ അവർ ഔലിയാക്കന്മാരുടെ മക്കാമിൽ ഒരുമിച്ച് കൂടിയും എന്നിട്ട് പറയുന്നു ഇത് ഈ മഹാൻ ജനിച്ച ദിവസമാണെന്ന് പറയുന്നു. ഇവിടെ റഫീഖ് സലഫി ബോധപൂർവ്വം അർത്ഥം വെക്കുന്നുണ്ട് ഇത് ഉറൂസിന്റെ ദിവസമാണ്, ഇത് ആണ്ട് ദിവസമാണ്. ഇവിടെ സുന്നികൾ ആചരിക്കുന്ന ആണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ മഹാന്മാര് ഔലിയാക്കന്മാര് വഫാത്തായ ദിവസം, അതാണ് ആണ്ട് ദിനം എന്ന് പറഞ്ഞാൽ, അതാണ് ഉറൂസ് എന്നും പറഞ്ഞാൽ. ഇദ്ദേഹം പറയുന്നത് ഇത് ആണ്ട് ദിനമാണ് ഉറൂസ് ദിനമാണെന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം ആ മഹാൻ ജനിച്ച ദിവസമാണിത് എന്നും പറഞ്ഞുകൊണ്ട് വർഷത്തിലോ ഒരു ദിവസമോ അല്ലെ ഒരു പ്രത്യേക മാസത്തിലോ പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടിയും യുക്കുലൂന വയസ്റബൂന, അവര് തമ്മിൽ അവരെല്ലാരും കൂടെ കൂടിയിരുന്ന് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ റുബ്ബമായ യുർക്കുസൂന, ചിലപ്പോ ഒക്കെ അവര് ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇത് മൻഹിയുൻ ഉസറഅൻ, ഇത് ശറഇൽ എന്താണ്? നിരോധിക്കപ്പെട്ട കാര്യമാണ്. വഅലാ വലിയ ശറഇ റദ്ഉഹും അലാ ദാലിക, അവിടെ കൈകാര്യകർത്താക്കളുടെ മേൽ നിർബന്ധമാണ് ഇവരെ ഇതിനെ തൊട്ട് തടയൽ, ഇവരെ എതിർക്കൽ. ഇതൊക്കെയാണ് ഇമാം മുനാവി തങ്ങൾ പറയുന്നത്. ഇത് മഹാന്മാരുടെ ഖബറുകളിൽ നടത്തുന്ന ഉറൂസുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. മഹാന്മാരുടെ ഖബറുകളിൽ നടത്തുന്ന ആണ്ട് നേർച്ചയും ഉറൂസുകളും എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടും അവരുടെ പേര് സദക്ക ചെയ്തിട്ടും ദിക്റും സലാത്തും ഖുർആനുമൊക്കെ ഓതിയിട്ട് സംഘടിപ്പിക്കുന്ന ഒരു സൽക്രമമാണ് ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ, ഉറൂസ് എന്ന് പറഞ്ഞാൽ. ചില ഔലിയാക്കന്മാരുടെ മക്കാമിൽ കുറെ ആൾക്കാർ ഒരുമിച്ച് കൂടുകയും അവരെന്നിട്ട് ഇത് ഈ മഹാൻ ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞ് തിന്നും കുടിച്ചും ആഘോഷിക്കുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇമാം മുനാവി തങ്ങൾ ഫൈദുൽ ഖദീറിൽ എതിർത്തിട്ടുള്ളത്. ഇതും ഉറൂസും തമ്മിൽ ഒരു ബന്ധമില്ല. ഉറൂസ് എന്ന് പറഞ്ഞാലും ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാലും ഔലിയാക്കന്മാര് വഫാത്തായ ദിവസം വരുമ്പോ ഓരോ ആണ്ടിനും ഓരോ കൊല്ലത്തിലും ആ ദിവസം അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നു, അന്നദാനം നടത്തുന്നു, ദിക്റും സ്വലാത്തും ചൊല്ലുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇതെല്ലാം സൽക്രമങ്ങളാണ്. ഹബീബായ നബിതങ്ങൾ ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു. എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ ഓരോ ആണ്ടിനും നബിതങ്ങൾ ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹും, ഉസ്മാൻ റളിയല്ലാഹു അൻഹും, അലി റളിയല്ലാഹു അൻഹും ഒക്കെ ഇതേപോലെ ഉറൂസ് നടത്തുമായിരുന്നു ശുഹദാക്കളുടെ എന്ന് ഇമാം റാസി റിപ്പോർട്ട് ചെയ്യുന്നു. തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം. നബിതങ്ങളും സഹാബത്തുൽ കിറാമും നടത്തിയ ഒന്നാണ് ഉറൂസ് എന്നതും ആണ്ട് നേർച്ച എന്നതും. അതാണ് സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇമാം മുനാവി തങ്ങൾ പറഞ്ഞത് ഏതോ മഹാന്മാരുടെ ഖബറുകൾ കുറെ ആൾക്കാർ കൂടി തിന്നുകയും കുടിക്കുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ഇത് ഈ മഹാൻ ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞ് തുള്ളുകയും ചാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇമാം മുനാവി എതിർത്തിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഉറൂസുമായിട്ടോ ആണ്ട് നേർച്ചയുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല.